ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. നമ്മുടെ PNC MIKയിലെ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള BSc നഴ്സിംഗ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഓൾറെഡി തന്നെ കറക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് റിജക്റ്റഡ് ആണോ അക്സെപ്റ്റഡ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നു. എല്ലാവരുടെയും മാർക്ക് അനുസരിച്ചുള്ള റാങ്കും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഡൗട്ട്സ് എന്ന് പറയുന്നത് ഈ വർഷത്തേക്ക് ഈ ഒരു റാങ്ക് ബേസ് ചെയ്ത് ആർക്കൊക്കെയാണ് ചാൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്, ആരൊക്കെ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. പല കുട്ടികളും ചോദിച്ച ഡൗട്ടാണ്, ഇപ്പോൾ എനിക്ക് പേര് വന്നിട്ടില്ല, അതായത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് പല കുട്ടികളുടെയും നെയിം വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കറക്ഷൻ ടൈമിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്തത് ശരിയായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ റിജക്റ്റ് ആയി പോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ നെയിം ഇല്ലാത്തവർക്ക് മുന്നോട്ടേക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതായത് നിങ്ങൾക്ക് നോർമലി റിജക്റ്റ് ആയ സ്ഥിതിക്ക് ഇനി അലോട്ട്മെന്റും കാര്യങ്ങളും വരില്ല എന്നത് മനസ്സിലാക്കി മറ്റൊരു രീതിയിലുള്ള അഡ്മിഷന്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. ഇനി അടുത്ത പലരുടെയും ഡൗട്ടാണ്, നമുക്ക് എത്ര കോളേജസ് ആണ് വെക്കാൻ പറ്റുന്നത് എന്നുള്ളത്. നമുക്ക് 10 കോളേജസ് ആയിരുന്നു വെക്കാൻ പറ്റിയിരുന്നത്. പല കുട്ടികളും ചോദിച്ചിരുന്നു 5 കോളേജ് വെച്ചാൽ പ്രശ്നമുണ്ടോ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, അതെല്ലാം നിങ്ങളുടേതായ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വെക്കാം. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 10 കോളേജ് ആണ് എന്നത് മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് 47 കോളേജസ് ആണുള്ളത്. അതിലെല്ലാം കൂടി ചേർത്ത് തന്നെ 1501 സീറ്റാണ് നമുക്ക് PNC MAKൽ BSc നഴ്സിംഗിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായി കാൽക്കുലേറ്റ് ചെയ്താലും മതിയാകും. അപ്പോൾ ഈ 1501 സീറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 1501 കുട്ടികൾക്കാണ് ഇവിടെ കിട്ടാൻ സാധ്യത. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി താഴോട്ടുള്ള കുട്ടികളായ ഞങ്ങൾക്ക് കിട്ടില്ല എന്നത്. അപ്പോൾ താഴോട്ടുള്ള റാങ്ക് ഉള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എന്നത് പറയാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ വർഷത്തെ റാങ്ക് ഒന്ന് നോക്കാം. ഈ വർഷത്തെ 500 വരെയുള്ള റാങ്കിന് 438 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. 1000 റാങ്ക് എന്ന് പറയുന്നത് 431 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. 1500 റാങ്ക് വരെ എന്ന് പറയുമ്പോൾ 426 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. 2000 റാങ്ക് എന്ന് പറയുമ്പോൾ 422, 2500 റാങ്ക് എന്ന് പറയുമ്പോൾ 418, 3000 റാങ്ക് എന്ന് പറയുമ്പോൾ 415 വരുന്നത്. ഇതിന് താഴോട്ടുള്ള റാങ്ക് ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും PNC MAKന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടില്ല എന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അടുത്തത് 2024 എത്ര അലോട്ട്മെന്റുകളാണ് ഉണ്ടായിരുന്നത് എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. 2024 നമുക്ക് 6 അലോട്ട്മെന്റ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വേക്കൻസി സീറ്റ് വരുന്നതനുസരിച്ചാണ്. സാധാരണ 3 അലോട്ട്മെന്റ് വരും, അതിനുശേഷം വേക്കൻസി ഫില്ല് ചെയ്യണ അനുസരിച്ചായിരിക്കും അലോട്ട്മെന്റ് വരുന്നുണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ വർഷം 6 അലോട്ട്മെന്റ് വന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് വേക്കൻസി വന്നത് കൊണ്ടാണ്. 6 അലോട്ട്മെന്റിന് ശേഷം വേക്കൻസി ഫില്ലായതിനു ശേഷം അലോട്ട്മെന്റ് നടത്തിയിട്ടില്ല. എന്നാൽ ഈ വർഷം വേക്കൻസി എത്രത്തോളം ഫില്ലാകുന്നുവോ അത്രത്തോളം അലോട്ട്മെന്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത പ്രോസ്പെക്ടസിൽ നമുക്കിപ്പോൾ 3 അലോട്ട്മെന്റിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റ് സെപ്റ്റംബർ 8 തീയതിയാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് സെപ്റ്റംബർ 12, തേർഡ് അലോട്ട്മെന്റ് സെപ്റ്റംബർ 17 ഇത് ഡേറ്റിന് എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ആർക്കെങ്കിലും അലോട്ട്മെന്റ് കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ച് സെക്യൂർ ചെയ്യണം സീറ്റ്. 10,000 rupees ആണ് ഇവിടെ ടോക്കൺ ഫീ വരുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ റിസർവേഷനും കാര്യങ്ങളൊന്നുമില്ല. പല കുട്ടികളും ചോദിക്കുന്നുണ്ട് ഈഴവയാണ്, SC ആണ്, ST ആണ്, അപ്പോൾ ഫീസ് റിസർവേഷൻ ഉണ്ടോ, സ്കോളർഷിപ്പ് ഉണ്ടോ, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ റിസർവേഷൻ ഒന്നുമില്ല. നിങ്ങളുടെ മാർക്ക് അനുസരിച്ച്, നിങ്ങൾ കൊടുത്ത മാർക്ക് അനുസരിച്ച് വന്നിട്ടുള്ള റാങ്ക് അത് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. PNC MIKയിൽ ഒരാൾക്കും റിസർവേഷൻ ഇല്ല, ഒരു കാറ്റഗറിയിലും റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഈ വർഷത്തെ വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ 2024 നമുക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കണമായിരുന്നു. ടോക്കൺ ഫീയും അടച്ച് ഡയറക്റ്റ് കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ഫീസ് അടച്ച് അവിടെ സീറ്റ് സെക്യൂർ ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്യാത്ത കുട്ടികൾക്ക് രണ്ടാമത്തെ അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ലായിരുന്നു. പക്ഷേ ഈ വർഷം അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ LBS BSc നഴ്സിംഗിനൊക്കെ പങ്കെടുത്തതുപോലെ തന്നെ 1, 2, 3 അലോട്ട്മെന്റുകൾക്ക് ശേഷം ഒരു ഡേറ്റ് PNC MIKയിൽ നിന്നും വരും. ആ ഒരു ടൈമിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതിയാകും. അതായത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ അടച്ച് ആ സീറ്റ് സെക്യൂർ ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കാം. കഴിഞ്ഞ
കഴിഞ്ഞ വർഷം അങ്ങനെ പറ്റില്ലായിരുന്നു. അതാണ് ഈ വർഷത്തെ ചേഞ്ച്. അതുപോലെ രണ്ടാമത്തെ അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇനി മൂന്നാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കണമെങ്കിൽ അങ്ങനെയും പങ്കെടുത്ത് അവസാനം നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ സ്റ്റാറ്റസ് വന്ന് നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. PNC MAKയിൽ വരുന്ന കോഴ്സിന്റെ ഫീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസിലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും. ഈ വർഷത്തെ ചേഞ്ച് എന്ന് പറയുന്നത് 3 അലോട്ട്മെന്റുകൾ പങ്കെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്താൽ മതിയാകും. ഒരുമിച്ചാണ് അലോട്ട്മെന്റ് എന്നത് മനസ്സിലാക്കുക. ഇനി നമുക്ക് പ്രഡിക്ഷനിലേക്ക് പോകാം. 2024 434 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് അവസാനം കിട്ടിയത് എന്നത് നമ്മൾ ഓൾറെഡി PNC MAK പ്രഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതായത് 2000 റാങ്കിന് മേലേക്കുള്ള കുട്ടികൾക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2023 424 ലാസ്റ്റ് കിട്ടിയ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അതായത് 3000 സംതിങ് ആയിരുന്നു ആ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷം ഒരു 3000 നോക്കിയാലും ഒരു 2500 വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. 3000 വരെയുള്ള കുട്ടികളൊന്നും നിൽക്കാതിത് എന്നാണ് പറയാനുള്ളത്. കാരണം നമുക്ക് ഓൾറെഡി 1501 വാക്കൻസി ആണ് ഉള്ളത്. എന്നാൽ ഈ വർഷത്തെ റാങ്കിന് നല്ല രീതിയിൽ മാറ്റമുണ്ട്. 434 മാർക്കുള്ള ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് ഈ വർഷത്തെ റാങ്ക് വന്നിരിക്കുന്നത് 777 769 അങ്ങനത്തെ രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധ്യത, ഇനി ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് എങ്ങനെയാണ് സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു 3000 റാങ്കിന് മേലെയുള്ള കുട്ടികൾ മാത്രം ഇതിൽ പ്രതീക്ഷിച്ചാൽ മതി. ചെറിയ രീതിയിലെങ്കിലും പ്രതീക്ഷിച്ചാൽ മതിയാകും. എന്നാലും എൻ്റെ ഒരു കണക്ക് പ്രകാരം പറയുവാണ് എന്നുണ്ടെങ്കിൽ 2500 താഴെയുള്ള കുട്ടികൾ വേറെ അഡ്മിഷൻ എടുക്കുന്നതാണ് നല്ലത്. 2500 മേലെയുള്ള കുട്ടികൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം എനിക്ക് 2400 എനിക്ക് കിട്ടുമോ എന്ന് പല കുട്ടികളും ഇനി കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം 1500 സംതിങ് സീറ്റുകൾ മാത്രമാണ് നമുക്ക് വാക്കൻസി ഉള്ളത്. അതായത് ഇത്രയും കുട്ടികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും 1501 സീറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും സ്റ്റുഡൻസിനെ മാത്രമേ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പല കുട്ടികളും ചോദിക്കുന്നതാണ് 460 മാർക്കുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ വർഷം വന്നിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ തന്നെ LBSലും കൊടുത്തിട്ടുണ്ടാവും. ഇവർക്ക് ഓൾറെഡി LBSൽ അഡ്മിഷൻ കിട്ടിയവരുമായിരിക്കും. അപ്പോൾ LBSൽ സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ടേക്ക് മാറാൻ വേണ്ടി സാധിക്കില്ല. കാരണം പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ അവിടെ തുടരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വാക്കൻസി വരുന്നതുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇനി ഗവൺമെന്റ് അല്ലെങ്കിൽ SC ST OEC കാറ്റഗറി ഇൻകം 75,000 താഴെയുള്ള കുട്ടികൾക്കൊന്നും പെനാൽറ്റി ഇല്ലെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കോളേജസ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോളേജസ് PNC MAKയിൽ കിട്ടുവാണെങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരാനുള്ള സാധ്യതകളും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ LBSൽ അവിടെ സീറ്റ് വാക്കൻസി വരികയും സ്പെഷ്യൽ അലോട്ട്മെന്റ് തുടർന്ന് പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പല കുട്ടികളും പറയുന്നത് കേട്ടിരുന്നു, LBSൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങി PNC MAKയിൽ വരാൻ പറ്റൂലേ, ഞങ്ങളുടെ ഫീസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് LBSും PNC MAK AMCS FNCK SPMA ഇതുപോലെയുള്ള അസോസിയേഷൻ ഒന്നും LBSന്റെ അണ്ടറിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ LBSൽ നിന്നുള്ള ഫീസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകുന്നതുമല്ല. പിന്നെ പല കുട്ടികളും ചോദിച്ചതാണ് ടോക്കൺ ഫീസിന്റെ റീഫണ്ടിന്റെ കാര്യം. ടോക്കൺ ഫീ റീഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിഷൻസ് മുഴുവനായും ക്ലോസ് ആയതിനു ശേഷം, അതായത് LBSന്റെ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഡിഗ്രി, ഡിപ്ലോമ ഇതെല്ലാം തീർന്നതിന് ശേഷം, അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം ക്ലാസ് ഒക്കെ തുടങ്ങാറാകുമ്പോഴാണ് നമ്മുടെ സൈറ്റിൽ റീഫണ്ട് ഓപ്ഷൻ വരുന്നത്. ആ സമയത്ത് അവർ പറയുന്ന ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ടൈമിന് റീഫണ്ടിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കുട്ടികൾക്കാണ് റീഫണ്ട് കിട്ടുക. ഈ റീഫണ്ട് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. ഒരു 3-4 മാസം എടുത്തതിന് ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ. പല കുട്ടികളും കമന്റ് സെക്ഷനിൽ അതും കൂടി ചോദിച്ചത് കൊണ്ടാണ് ഈ വീഡിയോയിൽ അതുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പല കുട്ടികളും ചോദിക്കുന്നതാണ് ഇനി ഓപ്ഷന് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത് PNC MAKയിൽ. നമ്മളിപ്പോൾ 10 ഓപ്ഷൻ വെച്ചു, ഇനി നമുക്ക് റിമൂവ് ചെയ്യാം, റീഅറേഞ്ച്മെന്റ് ചെയ്യാം. പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു കാരണവശാലും നമുക്ക് സാധിക്കുകയില്ല. ഒരെണ്ണം മാറ്റി വേറൊരെണ്ണം വെക്കാനും നമുക്ക് ഇനി സാധിക്കുകയില്ല. ഈ അലോട്ട്മെന്റിന് ശേഷം എത്ര അലോട്ട്മെന്റ് ഉണ്ട് എന്നതെല്ലാം വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സീറ്റ് വാക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ PNC MAKയിൽ സ്പോട്ട് അലോട്ട്മെന്റും വരുന്നതായിരിക്കും. അത് ആ ടൈം ആകുമ്പോൾ വെബ്സൈറ്റിൽ വരുന്നതുമാണ്. അപ്പോൾ 2500
റാങ്കുള്ള കുട്ടികൾ കേരളത്തിൽ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നതാണ് പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് PNC MAKയിൽ കിട്ടുകയില്ല. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് വേറെ രീതിയിലുള്ള അഡ്മിഷൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി പുറത്തോട്ടാണ് എടുക്കാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും മുന്നേ നോക്കി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ടുള്ള അഫിലിയേഷൻ ഉള്ള നല്ല യൂണിവേഴ്സിറ്റിയും നല്ല കോളേജസും പുറത്തുമുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ടൈമിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെയും സീറ്റുകൾ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഒരു വർഷം പാഴാക്കാത്ത രീതിയിലുള്ള അഡ്മിഷനും കാര്യങ്ങളും എടുക്കുക. അഡ്മിഷൻ കിട്ടുന്നവർ അതിനെ മിസ്റ്റേക്ക് കാരണം നശിപ്പിക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. പല കുട്ടികളും ഇങ്ങനെ അഡ്മിഷൻസിന് കിട്ടുന്നത് എടുക്കാതെ മാറി ചേഞ്ച് ചെയ്ത് വന്ന് അവസാനം സീറ്റ് വാക്കൻസി ഇല്ലാതെ മാർക്ക് ഉണ്ടായിട്ടും അഡ്മിഷൻ കിട്ടാത്ത ഒരു അവസ്ഥയാക്കി മാറ്റരുത്. കഴിഞ്ഞ വർഷം പല കുട്ടികൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.